ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ 10ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 56-ലെ 3ഉം 4ഉം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1ഉം 2ഉം ചോദ്യങ്ങൾ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. അതായത് ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാംസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലേ? അത് സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ചതുരമല്ലാത്ത ഒരു സാമാന്തരികമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നമുക്കതിന് ആദ്യം പേര് കൊടുക്കാം. ചതുരം എന്ന് പറഞ്ഞാൽ എന്താ, അല്ല റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി. ഇപ്പോൾ ആ 90 ഡിഗ്രി അല്ലാത്ത ഒരു പാരലോഗ്രാം, ഒരു സാമാന്തരികമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ എയും സിയും എടുക്കുകയാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്, അല്ലേ? ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആവണം, അല്ലേ? ഇഫ് ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് ഇതൊരു ചതുർഭുജം, ചക്രീയ ചതുർഭുജം ആകണമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് സൈക്ലിക്, ചക്രീയമാകണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആകണം. ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിളുകളുടെ സമ്മ് തുക 180 ആകണം. ഇത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യും. കാരണം എന്താ? ഒരു സാമാന്തരികത്തിൻ്റെ എതിർകോണുകൾ തുല്യമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാകുകയും ചെയ്യണം. കൂട്ടുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഓരോന്നും എത്ര വീതമേ പറ്റത്തുള്ളൂ? 90 ഡിഗ്രി വെച്ചേ പറ്റത്തുള്ളൂ. ഓരോന്നും 90 ഡിഗ്രി വെച്ച് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റെക്റ്റാങ്കിളേ ആകത്തുള്ളൂ. അപ്പോൾ സൈക്ലിക് ആകണമെങ്കിൽ, അല്ല ചക്രീയമാകണമെങ്കിൽ അതൊരു ചതുരമാകണം, അല്ല റെക്റ്റാങ്കിൾ ആകണം. അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് എഴുതാവുന്നത്? ദിസ് പാരലോഗ്രാം ഈസ് നോട്ട് സൈക്ലിക് എന്ന് എഴുതാവല്ലോ. പാരലോഗ്രാംസ് അതർ ദാൻ റെക്റ്റാങ്കിൾ ആർ നോട്ട് സൈക്കിൾ, അല്ലെങ്കിൽ ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ റീസൺ എഴുതാം. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സിയുടെ റീസൺ എന്താ? ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഒരു സാമാന്തരികം ആണ് എന്ന് നമുക്ക് റീസൺ കൊടുക്കാം. ABCD ഒരു സാമാന്തരികമാണ് എന്ന് റീസൺ കൊടുക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. നാലാമത്തെ ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, അതും കൂടെ നമുക്ക് ചെയ്യാം. നാലാമത്തെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് എ നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതായത് സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. ഇവിടെ ഒരു ലംബകമാണ്, അല്ലേ? ഇത് സമപാർശ്വ ലംബകമല്ല, അതായത് ട്രപ്പീസിയമാണ്. പക്ഷേ ഐസോസിലസ് ട്രപ്പീസിയം അല്ലാത്ത കേസാണ് നമുക്ക് എടുക്കേണ്ടത്. അതും ഒരു സൈക്ലിക് അല്ല, ഒരു ചക്രീയമല്ല എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെയും പേര് കൊടുക്കാം. ഇനി ഇവിടെ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? AB പാരലൽ CD ആണ്, അല്ലേ? പിന്നെ ഐസോസിലസ് അല്ല. അപ്പോൾ എന്തെഴുതാം? AD നോട്ട് ഈക്വൽ ടു BC ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ട്രപ്പീസിയം അഥവാ ലംബകത്തിനുള്ളത്, അല്ലേ? ഐസോസിലസ് ട്രപ്പീസിയം അല്ല. അപ്പോൾ ലംബകത്തിൻ്റെ സമപാർശ്വ ലംബകം അല്ല, ലംബകം മാത്രമേ ഉള്ളൂ. അതായത് ഈ രണ്ട് വശങ്ങൾ സമാന്തരമാണ്, മറ്റ് രണ്ട് വശങ്ങൾ തുല്യവുമല്ല. തുല്യമാകുമ്പോൾ എന്താകും? അത് ഐസോസിലസ് ട്രപ്പീസിയം. തുല്യമാകുമ്പോൾ സമപാർശ്വ ലംബകമാകും. ഇനി നമുക്കിവിടെ സൈക്ലിക് അല്ല എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ സൈക്ലിക് ആണെങ്കിൽ എന്താ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് എടുക്കുക, ഡിയും ബിയും. ബിയും ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. നമുക്കറിയാവുന്ന എന്താണ്? ഈ രണ്ട് സൈഡുകൾ പാരലലാണെന്നറിയാം, അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് വശങ്ങൾ പാരലലും അതിനൊരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അകത്തെ രണ്ട് കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഇവിടെ എയും ഡിയും കൂടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആണെന്നും നമുക്കറിയാം, അല്ലേ? ഇനി നമുക്ക് സൈക്ലിക് ആണെങ്കിൽ എന്താ? ഇഫ് ഇറ്റ് ഈസ് സൈക്ലിക്, ഇതൊരു ചക്രീയമാണെങ്കിൽ എങ്ങനെ വരണം? ഇഫ് ഇറ്റ് ഈസ് സൈക്ലിക്, ബി പ്ലസ് ഡി, അതായത് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ൻ്റെ സമ്മ് 180 ആയിരിക്കണം. ചക്രീയമാണെങ്കിൽ
എന്താണ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി 180 ആകണം ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരണമെങ്കിൽ എയും ബിയും സെയിം ആയാലല്ലേ പറ്റത്തുള്ളൂ. ഈ എയും ബിയും സെയിം ആണോ? അല്ല. കാരണം എന്താ? ഇത് സമപാർശ്വം ആണെങ്കിൽ മാത്രമേ എയും ബിയും തുല്യമാകത്തുള്ളൂ. ഇവിടെ എയും ബിയും സെയിം അല്ല. ഇത് കണ്ടോ, ആംഗിൾ ഡിയും സെയിം വന്നു. പിന്നെ ബാക്കിയുള്ള ആംഗിൾ എയും ആംഗിൾ ബിയും ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഒരിക്കലും സെയിം അല്ല. ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി. കാരണം എന്താ? ഇറ്റ് ഈസ് നോട്ട് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. ഇത് സമപാർശ്വമല്ല. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമല്ല. അതുകൊണ്ട് ബി പ്ലസ് ഡി 180 കിട്ടുമോ? ഇല്ല. സോ ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് സൈക്ലിക്. ഇത് ചക്രീയമല്ല. ക്ലിയർ ആയോ? ഇത് നമുക്ക് ലംബകവേ ഉള്ളൂ, ട്രപ്പീസിയവേ ഉള്ളൂ. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, മറ്റ് രണ്ട് വശങ്ങൾ തുല്യവുമല്ല. പിന്നെ നമുക്കറിയാം ഈ പാരലൽ ആയതുകൊണ്ട് ഈ എയും ഡിയും കൂടെ കൂട്ടുമ്പോൾ 180. അതായത് സമാന്തര വരകളെ ഒരു വര കട്ട് ചെയ്യുമ്പം അകത്തെ രണ്ട് കോണുകളുടെ അളവുകളുടെ തുക 180. അതാണ് എയും ഡിയും. പക്ഷേ അത് സൈക്ലിക് ആകണമെങ്കിൽ ബിയും ഡിയും എതിരെ കിടക്കുന്ന രണ്ട് കോണുകൾ തുക 180 ആകണം. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്താൽ ഇവിടെ രണ്ടിടത്തും ഡി ഉണ്ട്, സെയിം ആണ്. പക്ഷെ മറ്റേത് രണ്ടും തുല്യമാകണം. പക്ഷെ അത് തുല്യമല്ല. കാരണം അത് ഐസോസിലസ് ട്രപ്പീസിയം അല്ല, സമപാർശ്വ ലംബമല്ല. അപ്പോൾ അതൊരിക്കലും തുല്യമായിട്ട് വരികയില്ല. അതുകൊണ്ട് എന്തല്ല? അത് സൈക്ലിക് അല്ല, ഒരു ചക്രീയം ചതുർഭുജം അല്ല. ഈ 3ഉം 4ഉം ചോദ്യങ്ങൾ രണ്ടും നല്ല രീതിയിൽ പഠിക്കണം. കാരണം തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പോൾ എഴുതി പഠിക്കുക.